ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കാക്കബന്തി എന്ന് പറയുന്ന ഈ ഫ്ലവറാണ്. ഇത് ജമന്തി എന്നും കാക്കബന്തി എന്നും പേരുണ്ട്. ഇതിന് നല്ല ഓറഞ്ച് ഫ്ലവറിനകത്ത് നല്ല റെഡാണ്. ഇത് നല്ല ഡാർക്ക്. ഇത് ഫ്ലവർ വിരിഞ്ഞ് വരുമ്പോൾ നല്ല കട്ട ഡാർക്ക് റെഡ് കളറാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇത് ഒരുപാട് പൊങ്ങി അങ്ങ് പോകില്ല, നല്ല ബുഷിയായിട്ട് ചട്ടി നിറയെ തിങ്ങി നല്ലതായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് പലർക്കും ഇത് വളർത്തിയിട്ട് ഇത് രക്ഷപ്പെട്ട് കിട്ടില്ല, നശിച്ചു പോകണമെന്ന് കുറേ പേര് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പിടിപ്പിക്കണതെന്നും ഒക്കെ ഇത് നമ്മൾ നശിച്ചു പോണതിന് മുന്നേ ഇടയായിട്ട് ഇതിനെ നമ്മൾ വീണ്ടും വീണ്ടും ഇതിനെ മാറ്റി പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ സീഡ് ഇങ്ങനെ വരും, പക്ഷേ ഇത് നമുക്ക് ഇട്ടാൽ അത് കിളിർത്ത് കിട്ടണില്ല. ചില സമയത്ത് മാത്രമാണ് നമുക്ക് കുറച്ച് പ്ലാന്റ് നമുക്ക് പിടിച്ച് കിട്ടുള്ളൂ, എപ്പോഴും ഇത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ പ്ലാന്റ് നടുമ്പോൾ ഇതിൻ്റെ സീഡിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കരുത്. ഇതിൻ്റെ കട്ടിങ് എടുത്തിട്ട് ഞങ്ങൾ 2-3 വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി പിടിപ്പിച്ച് ഇത് കണ്ട ഒരു കട്ടിങ് എടുത്ത് വെച്ചതാണ്. അതിലും ഫ്ലവർ വന്നു. കുഞ്ഞു പ്ലാന്റാണ്, പെട്ടെന്ന് പിടിക്കും. പെട്ടെന്ന് ഒരാഴ്ചയൊക്കെ കൊണ്ട് തന്നെ നിറയെ റൂട്ടൊക്കെ വന്ന് നന്നായിട്ടായി. പക്ഷേ നമുക്ക് എൻ്റെ സീഡ് ഇട്ടിട്ട് മുളച്ച് കിട്ടാനാണെങ്കിൽ ഒരുപാട് താമസമാണ്. അത് എപ്പോഴും പഴയ സാധാ ബന്ദിപ്പൂ കണക്കുള്ള അതുപോലെ ഇതിൽ സീഡ് മുളച്ച് കിട്ടേയില്ല. അപ്പോൾ കൂട്ടുകാർ ഇതുണ്ടെങ്കിൽ കയ്യിലുള്ളവരെല്ലാം ഇതുപോലെ ചെയ്യണം. കയ്യിൽ കിട്ടിയ ഉടനെ ഒരു കട്ടിങ് എടുത്ത് മാറ്റി പിടിപ്പിക്കണം. മദർ പ്ലാന്റ് നമ്മളെ കയ്യിൽ നിന്ന് പോയാലും അപ്പോഴും അത് വെച്ചിട്ട് വീണ്ടും നമുക്ക് കുറേ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കെയറിങ് എന്ന് പറയണത് ഇന്നത്തെ വെയിൽ വേണം. ഒരു ഉച്ച വരെയൊക്കെ ഉള്ളൊരു വെയിൽ, ഓവറായിട്ട് വെയിൽ വേണ്ട, മിതമായിട്ടുള്ള വെയിൽ ഇതിന് വേണം. പിന്നെ വെള്ളം എന്നും ഒരു നേരമെങ്കിലും നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വാടി തളർന്ന് നമ്മൾ പോട്ടിലൊക്കെ വെക്കുമ്പോൾ നമ്മളതനുസരിച്ച് വെള്ളം കൊടുക്കണം. വെള്ളം കെട്ടി നിൽക്കരുത്. പിന്നെ വളമായിട്ട് നമുക്ക് NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് DAP ചുവട്ടിലിട്ട് കൊടുക്കാം. DAP ഒക്കെ ഇടുമ്പോൾ നിറയെ ഫ്ലവർ വരും. DAP ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കമ്പോസ്റ്റ്, ചാണകപ്പൊടി അങ്ങനെ യന്ത്രം ഉണ്ടെങ്കിൽ ഇതിനിട്ട് കൊടുക്കാം. വലിയ കീടബാധയോ പുഴുശല്യോ അങ്ങനെ ഒന്നും ഉണ്ടാവാത്ത ഒരു പ്ലാന്റാണ്. നമുക്കുണ്ടെങ്കിൽ ഇത് നമുക്ക് സാധാ ബന്തിയൊക്കെ അങ്ങ് പോയി ഒരുപാട് വള്ളി പോലെയൊക്കെ അങ്ങ് പോയി. ഇത് പക്ഷേ ബുഷിയായിട്ട് തന്നെ നിൽക്കും. ഇത് ഫ്ലവർ ആദ്യം വരുമ്പോൾ ഇതുപോലുള്ള ഒരു ഫ്ലവറൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വേറെ ഇത് പോട്ടിലോട്ട് മാറ്റുമ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കും. കൂട്ടുകാരുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണേ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് എനിക്ക് കുറേ എനിക്ക് സീഡിന് വേണ്ടി ഞാൻ നോക്കി നിൽക്കില്ല. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നതുകൊണ്ടാണ് പ്ലാന്റ് കിട്ടുന്നത്. നമുക്ക് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉണ്ടോ എനിക്ക് വേണമെന്ന് പറയണവർ ഒരുപാട് പേരുണ്ട്. എല്ലാവരും വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പ്ലാന്റ് അങ്ങ് പോയി എന്നാണ് പറയണത്. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്നും വീട്ടുമുറ്റത്ത് നല്ല നിറയെ ബന്ദിപ്പൂക്കൾ, നമുക്ക് കാക്കബന്തി ഇത് നമുക്ക് കിട്ടാൻ എത്തി പാടാണ്. എപ്പോഴും ഈ പ്ലാന്റ് കിട്ടാനുമില്ല. നമുക്ക് നഴ്സറിയിലൊക്കെ പോയാൽ എപ്പോഴും നമുക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.